ഇല്ലെങ്കിൽ അവന്റെ ആകെ 5 കോടി രൂപകളും നമ്മൾ പറയും. തെളിയിക്കാൻ പറ്റിയാലോ? എങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, അവനായിട്ട് തന്നെ അവന്റെ ഫണ്ട് എത്രയാണെന്ന് കാണിക്കട്ടെ. അപ്പൊ നമുക്ക് പറയാം അയ്യേ ഇത്ര ഉള്ളൂ. യെസ്, എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു തരാം. മറ്റേ പീഡഫൈൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു 11 മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി. ആ ചെറിയൊരു വൃദ്ധസദനം 2023 ഉണ്ടാക്കിയത് ഏകദേശം 729,160 പൗണ്ട്സാണ്. അതുപോലെ തന്നെ 2024 ഉണ്ടാക്കിയത് 1.7 മില്യണും, ഏകദേശം ഇന്ത്യൻ റുപ്പി 21 കോടി വരും. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റുന്ന റെക്കോർഡാണ്. പക്ഷേ നിങ്ങൾക്ക് വിശ്വസ്തതയുള്ള, എനിക്ക് വിശ്വസ്തതയുള്ള ആൾക്കാരെ, അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞ മറ്റേ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പുമ്പത് ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പ എക്സ്പ്രസ്, അതിന്റെ അക്കൗണ്ട്സ് ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് 0 എംപ്ലോയീസ് എന്നുള്ളത്. ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് 109,320 ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ഈ രണ്ട് കമ്പനിയെ പറ്റി നിങ്ങൾ പരാമർശിച്ച, പക്ഷെ ഇതൊന്നും കൂടെ അതൊരു പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട്. ഇതായത് കണ്ടോ ഈ സംഭവം. അതിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ പേ ചെയ്ത ടാക്സ് എമൗണ്ട് ആയത്, ഇതെന്റെ ടാക്സ് ഫയൽ റിട്ടേൺ ആണ്. ഏകദേശം ഇന്ത്യൻ റുപ്പി 16 ലക്ഷം വരും. ഞാൻ എൻ്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത്. ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ പീഡഫൈൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇത്രയും നാൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇതുവരെ എന്താണ് അൻവീർ ഉണ്ടെങ്കിൽ ഒന്നിനും റിയാക്ട് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് സത്യമാണെന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അഡ്മിൻ തെളിവുമായിട്ടുണ്ടെങ്കിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കണക്ക് തൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ വെളിയിൽ കാണിക്കാൻ കഴിയത്തില്ല. അത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന, അതോടെ തന്നെ എനിക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ തെളിവുകളും കാണിക്കുന്നതായിരിക്കും. അതിലൂടെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഇത് ഡൗട്ടുണ്ടോ അവരുടെ എല്ലാം ഡൗട്ട് മാറ്റി കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു അൻവീൻ പറഞ്ഞത്. ഇതൊരു കറക്റ്റായിട്ടുള്ള രീതിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.